എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സോയാ ചങ്ക് കറിയാണ് പെരട്ടാണ് വെച്ച് കാണിക്കുന്നത്. അതിന് വേണ്ടി വെള്ളം നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ നമുക്കതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് ഉപ്പ് നല്ലതുപോലെ ഒന്ന് വെള്ളത്തിനോട് ഇളക്കി ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ 1 കപ്പ് സോയാ ചങ്ക് കഴുകിയെടുത്തതാണ്. ഇതിട്ട് കൊടുക്കാം. കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നല്ല രീതിയിൽ ഇളക്കി അത് തിളയ്ക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം നമുക്ക്. തിളച്ച് ഇതിൻ്റെ പതയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഊറ്റി വയ്ക്കാം. വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വെള്ളം വാർന്നു പോകുന്ന നേരത്തിന് നമുക്കൊരു മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി 1 സവാള, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില. ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 പച്ചമുളക് പിന്നെ സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ്. കറിവേപ്പില, സവാള ഇവിടെ ഗോൾഡൻ കളറായപ്പോൾ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, കാശ്മീരി മുളക് പൊടി അവരുടെ എരിവിനനുസരിച്ചാണ് ഓരോരുത്തർ ചേർക്കുന്നത്. ഞാനൊരു 2 സ്പൂൺ ചേർത്തതിന്. മല്ലിപ്പൊടി 1 സ്പൂൺ, ഞാൻ കുറച്ച് എടുത്തോളൂ. ഇനി പെരിഞ്ചീരകം, മസാല പൊടിച്ചത് എല്ലാം കൂടെ ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. എൻ്റെ കൊച്ചു മോനാണ് ഇവിടെ ഇരുന്ന് വികൃതികൾ കാണിച്ച് പാത്രങ്ങൾ വാരിയിടുന്നത്. മസാലകൾ നല്ലതുപോലെ ഇതിൽ പിടിച്ചതിന് ശേഷം നമുക്ക് സ്വല്പം കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പത്തിന് ആണ് ഞാൻ കറി വയ്ക്കുന്നത്. അറിഞ്ഞൂടാത്തവർ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം. ഞാൻ എപ്പോഴും പറയും പോലെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഇത് കറിയാക്കി വയ്ക്കാൻ ഞാനിവിടെ വറുത്തിയ പരുവത്തിനാണ് എടുത്തത്.
സോയ പെരട്ടും പാലപ്പമാണ്. ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. എൻ്റെ കൊച്ചുമോനാണ് മുട്ടയടിച്ചതായി ഇരിക്കുന്നത്. ഇവനെ വെച്ചുകൊണ്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്യുന്നത്.